വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ സഭയിൽ പ്രീ മാരേജ് കൗൺസിലിങ്ങിനെ കുറിച്ചായിരുന്നു പ്രസംഗിച്ചത്. അത് നിശ്ചയമോടെ പ്രതീക്ഷിച്ചു. എങ്കിലും ചില കാര്യങ്ങളും കൂടെ പറയേണ്ട കാര്യം. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ആ ചോദ്യം ഈ പ്രത്യേക പീഠത്തിലിരിക്കുന്ന ഇന്നത്തെ നിയുക്ത വധുവരന്മാരോട് കൂടെ, എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിച്ചത്? ഇവിടെ വിവാഹം കഴിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഭാര്യഭർത്താക്കന്മാരുണ്ട്. വിവാഹത്തിലെ പ്രവേശിക്കുന്ന വധുവരന്മാരുണ്ട്. നിങ്ങളുടെ എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിച്ചത്? പലർക്കും അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ചിലരോട് ചോദിച്ചാൽ ഞങ്ങളുടെ സഭയിൽ ചിലർ പറഞ്ഞത് പ്രായമാകുമ്പോൾ ഇച്ചിരി വെള്ളമെടുത്ത് കയറാൻ ഒരാൾ വേണം. വേറൊരാൾ പറഞ്ഞത് ദൈവത്തിന്റെ കൽപ്പനയായതുകൊണ്ടാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത്. പൊതുവെ സമൂഹത്തിൽ വിവാഹത്തെ കുറിച്ച് പല തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഒരു വിക്ക് ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്കുള്ള മാറ്റത്തിനാണ് സായിപ്പുമാർ വിവാഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വിക്ക് അഞ്ഞിൽ നിന്ന് മീനിലേക്കുള്ള യാത്രയാണ് വിവാഹം. ഞാൻ ചില ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ ഓർത്തഡോക്സ്, യാക്കോബ, മാർത്തോമ തുടങ്ങിയ സഭകൾ സംയുക്തമായിട്ട് ക്രമീകരിച്ച് ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ കഴിയും. അപ്പൊ ഞാൻ അവിടെ വന്ന എല്ലാവരോടും കൂടെ ഒരു ചോദ്യം ചോദിച്ചു. ഇന്ന് നിങ്ങളോട് കൂടെ വസിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസപ്രകാരം അങ്ങനെ ഒരു പുനർജന്മ സിദ്ധാന്തം നമുക്കില്ല, എങ്കിലും ഞാൻ അവരോട് എങ്ങനെയാണ് ചോദിച്ചത്, അടുത്ത ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഇന്ന് പങ്കാളിയായി ലഭിച്ചിരിക്കുന്ന വ്യക്തിയെ ലഭിക്കണമെന്ന ആഗ്രഹമുള്ളവരൊക്കെ കൈവെക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ കൂടിയിരുന്നത് 99% ആൾക്കാരും കൈവരും. എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഭാര്യയെ മതി, ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവിനെ മതിയാണ് അവരെല്ലാവരും. അതിൽ ഒരച്ഛൻ മാത്രം കൈവരുത്തി. അപ്പൊ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ഇടയ്ക്ക് ചെന്ന് ചോദിച്ചു, എന്താ അച്ഛൻ കൈവരുത്താൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇന്ന് ഇവിടെ വന്നിട്ടില്ല. അവൾ വന്നിരുന്നെങ്കിൽ ഞാനും എല്ലാവരും പോലെ കൈവരുത്തുമായിരുന്നു. നിങ്ങളുടെ മനസാക്ഷിയെ തൊട്ട്, നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇന്ന് എന്റെ പങ്കാളിയായി എന്റെ കൂടെ വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ അല്ലെ എന്റെ പ്രിയപ്പെട്ടവർ അടുത്ത ജന്മത്തിൽ എന്റെ ഭാര്യ ഭർത്താവായി ഞാൻ തിരഞ്ഞെടുക്കും എന്ന് എത്ര പേർക്ക് മനസാക്ഷിയില്ലാതെ പറയാൻ കഴിയും? അവിടെയാണ് സംതൃപ്തമായ ദാമ്പത്യ ജീവിതത്തിലെ വെളിപ്പാടുകൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, കലുഷിതമായ സംഘർഷങ്ങൾ നിറഞ്ഞ, നിരാശകൾ നിറഞ്ഞ, പ്രതിബന്ധങ്ങൾ നിറഞ്ഞ പല തരത്തിലുള്ള ചോദ്യശരങ്ങൾ അമ്പുപോലെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ തറയ്ക്കുമ്പോൾ അതിനെ നിങ്ങൾക്ക് എങ്ങനെ നേരിടാൻ കഴിയും എന്നുള്ളതാണ് കുടുംബജീവിതത്തിന് പ്രസക്തി നിലനിൽക്കുന്നത്. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഡിവോഴ്സ് എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പെന്തക്കോസ്ത് സഭകളിലും വിവാഹമോചനം ഒരു ഒത്തൊഴുക്ക് പോലെ, അണ പൊട്ടിയ വെള്ളം പോലെ കുടുംബങ്ങളെ ഗ്രസിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ആരും വിവാഹമോചനത്തിന് വേണ്ടിയല്ല വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹം കഴിച്ച് മാസങ്ങൾക്കകം വിവാഹമോചനം നേടിയ ഒത്തിരി ആൾക്കാർ എനിക്കറിയില്ല. ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിൽ കൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് ധാരാളം ആൾക്കാരെ അത്തരത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനോട് പറയുന്നത്,
ബന്ധം വേർപെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അവരുടെ സംതൃപ്തി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്, അവരുടെ ഐക്യം ഇല്ലാതെ ആകുന്നതുകൊണ്ടാണ്. കുടുംബജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോകുമ്പോൾ കുടുംബജീവിതം താളത്തണോ അല്ലെങ്കിൽ താളം തെറ്റുന്നത്, അതിന്റെ ഓർഡർ ഇല്ലാതെ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സമാനത്തെ കുറിച്ച് പറഞ്ഞത്, ബിഗ് ഐയിൽ നിന്ന് ബിഗ് ഐ ഷിപ്പിയിൽ നിന്ന് ബിയിലേക്കുള്ള യാത്രയായിരിക്കണം വിവാഹം. നമുക്കറിയാം, ആദം ഭഗവാനൊക്കെ ദൈവം ആ ജനറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ പറയുന്നത് അബ്രഹാമിനെയും സാറായെയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നായി, സാറായിയുടെ പേര് സാറായി എന്നായി. അബ്രഹാമായി നിന്ന് അബ്രഹാമിനെ ദൈവം ഒരു സുഭാരത്തിൽ അബ്രഹാമാക്കി മാറ്റി. സാറായിയായി നിന്ന് സാറായിയെ ദൈവം ഒരു സുഭാരത്തിൽ സാറായാക്കി. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു വലിയ പണി ദൈവം ചെയ്യും. നമുക്കറിയാം, സാറായി എന്ന വാക്കിൽ അക്ഷരത്തിൽ അല്ലെങ്കിൽ പേരിൽ നിന്ന് ഒരക്ഷരം മാറ്റിയാൽ അത് സാറായി. ഏതക്ഷരം അറിയാം? ഏതക്ഷരം? ഐ എന്ന അക്ഷരം എടുത്തിട്ട് ഐ ഇല്ലാതിരുന്ന അബ്രാമിന്റെ ജീവിതത്തിൽ 3 ഐ കൂട്ടിച്ചേർത്ത് ഒരക്ഷരമാക്കി അബ്രാമിനെ അബ്രഹാമാക്കി. നമുക്കറിയാം, കുടുംബജീവിതങ്ങളുടെ താളം തെറ്റിക്കുന്നത് അയ്യ. അതിന് മനഃശാസ്ത്രകാരന്മാര് ഒത്തിരി നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. എനിക്ക് ഈ പ്രിയ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഐ എപ്പോൾ ഇല്ലാതെയാകുന്നു മുമ്പോട്ട് തള്ളിലേക്ക്. ഞാൻ ഒരിക്കൽ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ, എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ഓർത്തു പോകും. നാളെ ഇപ്പോൾ ഇവർക്ക് ജോൺസന് വണ്ടിയുണ്ട്, വണ്ടിയിലായിരിക്കും കുറേ ദിവസം യാത്ര ചെയ്യുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ജോൺസൺ വിചാരിക്കുക, വേണ്ട, വണ്ടി ഇവിടെ കിടക്കട്ടെ, ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യാം. അപ്പൊ രണ്ടുപേരും കൂടെ ഒരു ബസ് പിടിക്കുന്നു, ബസ്സിൽ കയറി ഇരിക്കുന്നു. അപ്പോൾ 2 സീറ്റ് 2 ആൾക്കാർ ഒറ്റപ്പെട്ടേക്ക് ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ അതിൽ ഒരു സീറ്റിൽ ചെന്നിട്ട് ജോൺസൺ പറയും, സഹോദര അല്ലെങ്കിൽ സഹോദരി, അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിലോട്ട് ഒന്ന് മാറിയിരുന്നട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ സീറ്റിൽ ഇരിക്കട്ടെ. അപ്പോൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു സീറ്റിൽ യാത്ര ചെയ്യുന്നു. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. എങ്ങോട്ടാ യാത്ര? തിരുവനന്തപുരത്ത് പോകണം. കോട്ടയത്ത് നിന്ന് 50 രൂപ കൊടുത്താൽ മതി. ഒരു 50 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകണം. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഇത് 50 രൂപ ഒരു ടിക്കറ്റിനുള്ള കാശുള്ളത്, 50 രൂപ ആയിരുന്നെങ്കിൽ നമ്മുടെ യാത്ര ചെയ്യാൻ. അപ്പോൾ ജോൺസൺ എഴുത്തുമായി പറയും, ഞങ്ങൾ 2 രൂപ ഇപ്പോൾ 1 ആണെന്നാണ് പാസ്റ്റർ ഞങ്ങളെ കൂട്ടി ഓതിപ്പിച്ചപ്പോൾ പറഞ്ഞത്. അത്രമാത്രം അവരെ ഗാഠമായിട്ട് ഹൃദയം കൊണ്ട് അവരെ ഒത്തൊരുമയുള്ളവരായി അടുപ്പമുള്ളവരായിട്ട് 2 മാസമായി 3 മാസമായി 4 മാസമായി കുടുംബജീവിതത്തിൽ സന്താനത്തിന്റെ ആദ്യ ലക്ഷണങ്ങളൊക്കെ വെളിപ്പെടാൻ തുടങ്ങി. 2 പേരും കൂടെ പള്ളിക്കത്തോട്ട് നിന്ന് തിരുവാർപ്പിലേക്ക് വണ്ടിയിൽ കയറി. അപ്പോൾ ബസ് കൊണ്ട് നിന്നു. ജോൺസൺ നിശിമോനോട് പറയും, നിശി മുമ്പിലത്തെ ഡോറിലൂടെ നീ കയറിക്കും, ഞാൻ പുറകിൽ കൂടെ കയറാമെന്ന് പറയുന്നു. അങ്ങനെ അവരെ വീണ്ടും യാത്ര പുറപ്പെടുന്നു. 2-3 കുഞ്ഞുങ്ങളായി, ഒരു കുഞ്ഞിനെ ഒക്കത്തും ഒരു കുഞ്ഞിനെ കയ്യിലും പിടിച്ച് ഒരു കുഞ്ഞിനെ മുമ്പിലും നടത്തി അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ 2 പേരും കൂടെ വീട്ടിൽ നിന്ന് വീണ്ടും തിരുവാർപ്പിലേക്ക് പോവുക, ഭാര്യ വീട്ടിലേക്ക്. അപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും, നിശി നീ ഈ വണ്ടി കയറി അങ്ങോട്ട് പോട്ടു, ഞാൻ അടുത്ത വണ്ടി കയറി വീട്ടിലേക്ക്. വിവാഹത്തിൽ വരുന്ന അവസ്ഥാന്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആദ്യം ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചത് പിന്നീട് 2 സീറ്റിലായി, പിന്നീട് 2 ബസ്സിലായി, പിന്നീട് ഇങ്ങനെ അകലക്ഷം കൂടി വരും. വിവാഹ
ജീവിതത്തിൽ അകൽച്ചയല്ല വേണ്ടത്. ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും ആ ബന്ധത്തിന് ദൃഢതയാണ് വേണ്ടത്. അടുക്കം കൂടിക്കൂടി വരുന്നതായിരിക്കണം. അതാണ് ദൈവം കൂട്ടിയോജിപ്പിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ അർത്ഥം. ബന്ധം അകലെയല്ല, ബന്ധം കൂടിക്കൂടി വരുന്നതായിരിക്കണം വിവാഹം. എല്ലാം നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടർമാര്, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ, അവരെല്ലാവരും നല്ലൊരു ശതമാനം ആൾക്കാരെ WIE എന്നെഴുതി. ഒരു കൂട്ടം ആൾക്കാര് WIVES എന്നെഴുതി. ഒരാള് അതിനകത്ത് എഴുതി WIF. അപ്പൊ ഞാൻ ഈ പേപ്പർ നോക്കിയിട്ട് അതിനെ വിളിച്ചു പോയി. WIF തെറ്റിച്ച് എഴുതിയാണോ മനഃപൂർവ്വം എഴുതിയാണോ ആർക്കും പറയാൻ പറ്റുമല്ലോ. സദസ്സിനകത്ത് ഭയങ്കര ശൈലിന്റെ എല്ലാവരും മൂല്യമായിട്ട് നമുക്കറിയാം. ഇംഗ്ലീഷ് ബൈബിളിൽ വൈഫിന് രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് WIFE എന്ന് എഴുതിയിട്ടുണ്ട്. അത് സാധാരണ ഭാര്യ പ്രിയപ്പെടുന്നവർ, മെരുകി കൊടുക്കുന്നവർ, താണു കൊടുക്കുന്നവർ, അച്ചടക്കമുള്ളവർ എന്നീ അർത്ഥത്തിൽ ആ വാക്കുകൾ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ WIVES എന്നെഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം കുലീനത്വമുള്ളവർ, പതിവ്രതയായവർ എന്നീ അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. WIF എന്ന് എഴുതിയിരിക്കുന്നത് അത് നമുക്ക് റോക്കുവേടായിട്ട് കൊണ്ടുപോകും. അതിനർത്ഥം ഭദ്രമായി, ഉറഞ്ഞു കൊടുക്കുന്നവർ, മൂല്യത, അങ്ങനെ ഒത്തിരി അർത്ഥങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ എനിക്ക് നിശുമോളോട് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന ഭാര്യമാരോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും WIF ആയി തീരുന്നത് WIVES ആയി തീരണം. കുലീനത്വമുള്ളവളാകണം, പതിവ്രതയായവളാകണം, താഴ്ന്നു കൊടുക്കുന്നവളാകണം. അങ്ങനെ താഴ്ന്നു കൊടുക്കുമ്പോഴാണ് കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്. അപ്പൊ ഭാര്യമാരെ എല്ലാവരും എഴുതി എങ്ങനെ ഹസ്ബൻഡ് എഴുതുന്നത് HUSAND എന്ന് എഴുതുക. ഇംഗ്ലീഷ് ഭാഷയിൽ ഹസ്ബൻഡ് എന്ന് നോർമൽ എഴുതി. ഒരു കൂട്ടം ആൾക്കാർ എഴുതിയത് HUSAND എന്ന് ഒരു കൂട്ടം ആൾക്കാർ എഴുതി. ഒരു കൂട്ടം മറ്റൊരു കൂട്ടം ആൾക്കാർ എഴുതിയത് HUSAENT എന്നൊരു കൂട്ടം ആൾക്കാർ. ഇതിനൊക്കെ അർത്ഥത്തിനൊക്കെ ഇവിടെ വിദ്യാഭ്യാസമുള്ളവരെല്ലാം പറയുന്നത്. HUSAND എന്ന് പറഞ്ഞാൽ ധരിക്കുന്നവൻ, മാന്യനായവൻ, ആദരവ് സമ്പാദിക്കാൻ യോഗ്യനായവൻ എന്നർത്ഥത്തില്. എന്നാൽ ചില ഭാര്യമാർ എഴുതിയത് HUSANT. നമുക്കറിയാം, ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചില തിരികെ നമ്മൾ സാധാരണ പറയുന്നത് മണ്ണുണ്ണിയെന്ന് അല്ലേ. ചില ഭർത്താക്കന്മാരെ, ചില ഭാര്യമാര് അല്ലെങ്കിൽ അയൽവക്കക്കാർ പറയത്തില്ലേ, അവൻ വെറുതെ ഒരു മണ്ണുണ്ണിയാണ്. അപ്പൊ ചില സഹോദരന്മാർക്ക്, ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഒരു മണ്ണുണ്ണി. അങ്ങനെയല്ല, ആദരവ് പ്രാപിക്കാൻ യോഗ്യനായവനാണ്, ധരിക്കാൻ കഴിവുള്ളവനാണ്, നേതൃത്വം കൊടുക്കുവാൻ പാഠമുള്ളവനാണ്. ആ അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഹസ്ബൻഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദരവ് ഉള്ളവരായിരിക്കണം. മറ്റുള്ളവരാൽ നിങ്ങൾ മാനിക്കപ്പെടണം, മറ്റുള്ളവരാൽ നിങ്ങൾ ബഹുമാനിക്കപ്പെടണം, മറ്റുള്ളവരാൽ നിങ്ങൾ സ്നേഹിക്കപ്പെടണം. ആ തരത്തിലുള്ള ജീവിതം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ സഹായിക്കണം. ഇവിടെ ഇരിക്കുന്ന പല സൗകര്യമാരുടെ മുഖത്ത് ഞാൻ മണ്ണുണ്ണി എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ അവരുടെ കണ്ണിനകത്ത് ഒരു ചെറിയ നടന്നു. നിങ്ങളെ ഒരു നല്ല കുഞ്ഞുങ്ങളോട് പറയുന്നത് ഒരു പാൽക്കുറ്റി ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരുടെ ചില മുഖങ്ങളിൽ പോകും. ഭർത്താക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം. വേദപുസ്തകത്തിൽ എങ്ങനെയാ പറയുന്നത്? ഭാര്യമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് എന്ന പോലെ കീഴടങ്ങാം എന്ന് പറയുന്നത്. സാധാരണ സമയത്തിലാണ് സാധാരണ കീഴടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി താഴ്ത്തുക എന്ന അർത്ഥത്തിൽ.
വേദപുസ്തകത്തിൽ പറയുന്നത് കർത്താവിനെ എന്ന പോലെ കീഴടങ്ങണം. ഭാഷകളിലുള്ള അർത്ഥങ്ങൾ വിശകലനം ചെയ്താൽ ക്രിസ്തു തന്റെ മഹിമയെ വെടിഞ്ഞ് തന്റെ സ്ഥാനമാനങ്ങളെ അലക്ഷ്യമായി എണ്ണി തനിക്ക് ലഭിക്കേണ്ടുന്ന പുകഴ്ചയെ വെറുമയായി കണ്ട് സ്വയം ശൂന്യനാക്കി കാൽവരിയിൽ സ്വയം ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് സ്വയം വിധേയപ്പെട്ടതുപോലെ ഭാര്യ സ്വന്തം ഇഷ്ടത്തെ ത്യജിച്ച് സ്വന്തം ഇച്ഛയെ അടക്കി കർത്താവിനെ വിധേയപ്പെടുന്നവൾ എന്നർത്ഥത്തില് വേദപുസ്തകത്തിൽ പറയുന്നത് കർത്താവിനെ എന്ന പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണമെന്ന്. നിങ്ങൾ ഈ ഗെത്സമനേയിലെ ക്രിസ്തുവിന്റെ പ്രാർത്ഥന അവിടെ ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് 3 വട്ടം പ്രാർത്ഥിച്ചു. 3 വട്ടത്തിന് 3 പ്രാവശ്യത്തെ പ്രാർത്ഥന അവസാനത്തിൽ ആമീൻ പറയുന്നിങ്ങനെയാണ്. ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങിയിരുന്നത് കർത്താവെ കഴിയുമെങ്കിൽ ഈ ഭാരമാത്രം എന്നിൽ നിന്ന് നീക്കുന്നു. ആമീൻ പറയുന്നതിനാണ് എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ എന്നിൽ. അതാണ് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത്. നിന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഭാര്യയുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, ഭർത്താവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അതാണ് ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. താഴെ വാക്യങ്ങളിൽ 25 വാക്യങ്ങളിൽ വരുമ്പോൾ ഭർത്താക്കന്മാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയുന്നു. നമുക്കറിയാം ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിക്കുന്നത്, ക്രിസ്തു എങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിച്ചതെന്നറിയാം. സ്വയം ജീവനെ ത്യജിച്ച് സ്വയം പ്രാണനെ ത്യാഗമാക്കി സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ സഭയെ സ്നേഹിച്ചതുപോലെ ജോൺസൺ ഇന്ന് വരെ ജോൺസന്റെ ഇഷ്ടത്തിനായിരുന്നു വില കൽപ്പിച്ചത്. എന്നാൽ ഇന്ന് ജോൺസന്റെ ഇഷ്ടത്തിനില്ല, മിശയുടെ ഇഷ്ടത്തിന് വില കൽപ്പിച്ച് വിട്ടുകൊടുക്കണം. അതാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം എന്ന് പറയുന്നത്. സമയത്ത് എനിക്ക് കൺക്ലൂഷനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോ ദിവസവും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കുടുംബ പ്രാർത്ഥനകളിലായാലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലായാലും നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവത്തിന് അർപ്പിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ ദൈവത്തോട് സമർപ്പിതരായി അല്ലെങ്കിൽ ദൈവത്തോട് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്നലെ വരെ എന്റെ കുടുംബ ജീവിതം സംതൃപ്തമായിരുന്നു, നാളെയും അങ്ങനെയാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അഹങ്കാരം വരാൻ പാടില്ല, ഈഗോ കടന്നു വരാൻ പാടില്ല, പരസ്പരം വിദ്വേഷം കടന്നു വരാൻ പാടില്ല, പരസ്പരം മത്സരം കടന്നു വരാൻ പാടില്ല. പരസ്പരം ബഹുമാനിച്ച് പരസ്പരം ആദരിച്ച് പരസ്പരം സ്നേഹിച്ച് നല്ല കുടുംബജീവിതം ചെയ്യുവാൻ സർവ്വകർമാനമായ ദൈവത്തിന്റെ എല്ലാ ആശീർവാദങ്ങളും പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ള